മധ്യേഷ്യയിലെ ഏറ്റവും ശക്തനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ്. അദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ് ഇറാൻ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. 1989 മുതൽ ഇറാന്റെ രണ്ടാമത്തെ പരമോന്നത നേതാവായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ച ഒരു ഹത്യ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിരുന്നു. ജൂൺ 13 ഇസ്രായേൽ ഇറാനിൽ ബോംബാക്രമണം നടത്തിയപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് മതപരമായ ഉത്തരവ് ഖമേനി പുറപ്പെടുവിപ്പിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നത സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനിൽ പ്രസിഡന്റ് അധികാരത്തിലുണ്ടെങ്കിലും അന്തിമ തീരുമാനം അലി ഖമേനിയുടേതായിരിക്കും. ഏറെ ത്യാഗങ്ങളും യാതനകളും സഹിച്ചാണ് ഖമേനി ഇന്ന് കാണുന്ന സുപ്രീം ലീഡർ എന്ന പദവിയിലേക്ക് അധികാരത്തിലെത്തിച്ചേർന്നിരിക്കുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. 8 മാസം അദ്ദേഹം ജയിലിൽ കിടന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ സമയം വിശേഷിപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു മുമ്പ് ഷാ റസാ പഹ്ലവിയുടെ ഭരണത്തിന് കീഴിൽ അദ്ദേഹം തടവിൽ കഴിഞ്ഞിരുന്ന ജയിലിൽ ഇപ്പോൾ എബ്രാത്ത് മ്യൂസിയം എന്നറിയപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് ടെഹ്റാനിലെ കുപ്രസിദ്ധ ജയിലായിരുന്നു എബ്രാഹത്ത് മ്യൂസിയം. അതിന്റെ ക്രൂരമായ ചരിത്രത്തിന് മാത്രമല്ല നിരവധി പ്രമുഖ രാഷ്ട്രീയ മത വ്യക്തികളെ അവിടെ നിന്ന് തടവിലാക്കിയതിലും അറിയപ്പെടുന്നുണ്ട്. പഹ്ലവി ഭരണത്തിനെതിരെ ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുത്തതിന്റെ പേരിൽ 1960കളിലും അയത്തുള്ള അലി ഖമേനിയെ പലതവണ അറസ്റ്റ് ചെയ്തിരുന്നു. 1962 ഷായുടെ അമേരിക്കൻ അനുകൂല ഇസ്ലാമിക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേമിൽ ഇമാം ഖമേനിയുടെ നേതൃത്വത്തിൽ വിപ്ലവ പ്രസ്ഥാനത്തിൽ ഖമേനി ചേർന്നിരുന്നു. മഷ്ഹദിലെ അയത്തുള്ള മിലാനിക്കും മറ്റു പുരോഹിതന്മാർക്കും ഇമാം ഖമേനിയുടെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിൽ അലി ഖമേനി നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ കരുത്തനായി നിൽക്കുന്നതും ഈ ഖമേനി തന്നെയാണ്. ഖമേനിയുടെ പല തന്ത്രങ്ങളും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് അമേരിക്കയ്ക്കും ഉള്ളത്. ഖമേനി നടത്തുന്ന പല പദ്ധതികളിലും ഇസ്രായേൽ വീണു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഖമേനിയെ വകവരുത്താൻ ഇസ്രായേൽ പല പദ്ധതികളും നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ കാര്യമായി ബാധിച്ചില്ല എന്നാണ് ഖമേനി വിലയിരുത്തുന്നതും. അതുകൊണ്ട് തന്നെ ഏതറ്റവും വരെ യുദ്ധം നടത്താൻ ഖമേനി തയ്യാറുമാണ്.